മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത് ബാങ്കേഴ്സ് ആണോ, ബാങ്ക് എന്നുള്ള പേര് ഉപയോഗിക്കാനൊക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം. അപ്പൊ ഈ മണി ലെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ചാണ് ഇത് ഡീൽ ചെയ്യുന്നത്. അതാണ് നിയമപരമായിട്ട്. അത് 3 സെക്ഷനെ ബേസ് ചെയ്താണ് കൃത്യമായിട്ട് വരുന്നത്. സെക്ഷൻ 5, സെക്ഷൻ 6, സെക്ഷൻ 7 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, BR ആക്ട് എന്നും പറയും. അപ്പൊ ഈ 5B ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 അനുസരിച്ച് ബാങ്കിങ് എന്നുള്ള ടേമിന്റെ അർത്ഥം അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഡെപ്പോസിറ്റ് ലെൻഡിങ്ങിനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിനോ വേണ്ടി അക്സെപ്റ്റ് ചെയ്യുക, പബ്ലിക്കിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുക ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്, ആൻഡ് വിഡ്രോവൽ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. വിഡ്രോ ചെയ്യാൻ ഒക്കുന്നത് ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ അല്ലെങ്കിൽ മറ്റു രീതിയിൽ. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഡിപ്പോസിറ്റ് ഷുഡ് ബി ഓൺലി ഫോർ ലെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഡിപ്പോസിറ്റ് ഒന്നുകിൽ ലെൻഡിങ്ങിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് മാത്രമേ ഉപയോഗിക്കാനൊക്കുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പനീസ് അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ് ആൻഡ് യൂസിങ് ഫോർ ട്രേഡിംഗ് ഓർ ദിസ് മാനുഫാക്ചറിങ്, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന കമ്പനികളുണ്ട്. പല കമ്പനികളും, വലിയ കമ്പനികളൊക്കെ ഒരുപാട് ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ തന്നെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ബാങ്ക് എന്നുള്ള പേര് ഉപയോഗിക്കാൻ ഒക്കുകയല്ല. കാരണം അവരത് ഉപയോഗിക്കുന്നത് ട്രേഡിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പർപ്പസിനാണ്. ശരിക്കും ബാങ്ക് ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്നത് ലെൻഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കും. ഇനി ഇത് ഡെപ്പോസിറ്റ് ഷുഡ് ബി ഫ്രം ദ പബ്ലിക്, രണ്ടാമത്തെ കണ്ടീഷനാണ്. അത് പബ്ലിക്കിൽ നിന്ന് മാത്രമേ ഡിപ്പോസിറ്റ് സ്വീകരിക്കാൻ ഒക്കുള്ളൂ. അപ്പൊ നിധി അല്ലെങ്കിൽ മൾട്ടി ബെനിഫിറ്റ് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇങ്ങനെയുള്ളവർക്ക് ബാങ്ക് എന്നുള്ള പേര് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റുകയില്ല എന്നുള്ളതാണ്. കാരണം നിധി അല്ലെങ്കിൽ മൾട്ടി ബെനിഫിറ്റ് സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങിയവ മെമ്പേഴ്സിൽ നിന്നാണ്, അവരുടെ മെമ്പേഴ്സ്, അതായത് അവരുടെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന, ഷെയർ വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ മെമ്പേഴ്സ് ആക്കിയിട്ടുണ്ട്. അവരിൽ നിന്നാണ് നിധി അല്ലെങ്കിൽ മൾട്ടി ബെനിഫിറ്റ് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് സൊസൈറ്റി. അഥവാ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നിധിയുടെയോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെയോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയോ മെമ്പർഷിപ്പ്, ഷെയർ വാങ്ങിച്ചിട്ട് മെമ്പർഷിപ്പ് എടുക്കണം. അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് മാത്രമേ അവർക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാനൊക്കെ ഉള്ളൂ. അതായത് നമ്മുടെ ബാങ്കിങ് അനുസരിച്ച് ഈ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് പബ്ലിക്കിൽ നിന്നല്ല, ഈ ഡെപ്പോസിറ്റ് അവരുടെ മെമ്പേഴ്സിൽ നിന്നാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർക്ക്, അതായത് നിധി, സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി ഇങ്ങനെയുള്ളവർക്ക് ബാങ്ക് എന്ന പേര് ഉപയോഗിക്കാൻ ഒക്കെയല്ല. അടുത്തത്, അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് ഷുഡ് ബി ഇൻ ദ ഫോം ഓഫ് മണി. മണിയുടെ രൂപത്തിലായിരിക്കണം ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത്. ഇനിയുള്ള കണ്ടീഷൻ, എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 ഓർ കമ്പനീസ് ആക്ട് 2013 ക്യാൻ ബി എ ബാങ്ക്, ബാങ്കർ ഓർ എ ബാങ്കിങ് കമ്പനി. അപ്പൊ ഈ കമ്പനി ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 അനുസരിച്ചോ അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ചോ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം. ഇനി അണ്ടർ സെക്ഷൻ 5C ഓഫ് BR ആക്ട്, ബാങ്കിങ് കമ്പനി മീൻസ് എനി കമ്പനി ദാറ്റ് ട്രാൻസാക്ട്സ് ദ ബിസിനസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. ബാങ്കിങ് കമ്പനി എന്ന് പറഞ്ഞാൽ എനി കമ്പനി ദാറ്റ് ട്രാൻസാക്ട്സ് ദ ബിസിനസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. 7(1) ഓഫ് BR ആക്ട്, സെക്ഷൻ 7(1) ഓഫ് BR ആക്ട് prohibits use of the words banker or banking company by a company other than a banking company. ഒരു ബാങ്കിങ് കമ്പനി അല്ലാത്ത വേറെ ഒരു കമ്പനി ബാങ്കർ അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനി എന്നുള്ള പേര് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ ഒക്കെയല്ല. അത് സെക്ഷൻ 7(1) ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്. സെക്ഷൻ 7(2) ആണ് പ്രൊഹിബിഷൻ നേരത്തെ പറഞ്ഞത്. 7(2) ഫർദർ പ്രൊഹിബിറ്റ്സ് ദ യൂസ് ഓഫ് സച്ച് വേർഡ്സ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ എ ഫേം. ഒരാൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് നടത്തുകയോ അല്ലെങ്കിൽ കുറെ ഇൻഡിവിജ്വൽസ് ചേർന്ന് നടത്തുകയോ അല്ലെങ്കിൽ ഒരു ഫേം നടത്തുകയോ ചെയ്യുന്നതിന് ബാങ്ക് എന്ന് ഉപയോഗിക്കാൻ ഒക്കുകയല്ല. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു, as per section 5B of the banking regulation act, the term banking means accepting for the purpose of lending or investment, deposit of money from the public on demand or otherwise, and withdrawn by check, draft, order or otherwise. അപ്പൊ കണ്ടീഷൻസ് എല്ലാം വരുന്നുണ്ട്. Means accepting for the purpose of lending or investment, deposits of money from the public, on demand or otherwise,
അല്ലെങ്കിൽ വിഡ്രോവബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. ഇനി മണി ലെൻഡേഴ്സ് ആർ നോട്ട് ബാങ്കേഴ്സ്. മണി ലെൻഡേഴ്സ് ബാങ്കർ ആണോ എന്നുള്ളതാണ് സാധാരണ ഒരുപാട് പേര് ഈ ഫൈനാൻസിങ് കമ്പനീസ് ഇപ്പൊ മുത്തൂറ്റ് ബാങ്കേഴ്സ് അതൊരു ബാങ്ക് ആണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. മുത്തൂറ്റ് ബാങ്കേഴ്സ് ബാങ്ക് ആണോ അല്ലയോ? ബാങ്കേഴ്സ് എന്ന പേര് അവർ ഉപയോഗിക്കുന്നെങ്കിലും അത് അവരുടെ പേരാണ്. ബാങ്ക് ശരിക്കും ബാങ്ക് അല്ല, അതൊരു NBFC ആണ്, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനിയാണത്. അപ്പൊ മണി ലെൻഡേഴ്സ് ആർ നോട്ട് ബാങ്കേഴ്സ് ബിക്കോസ് ദേ റൺ ദെയർ ബിസിനസ് ആസ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് നോട്ട് ആസ് എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട് ആൻഡ് BR ആക്ട്. കമ്പനീസ് ആക്ടും BR ആക്ടും അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ അതൊരു ബാങ്ക് എന്ന പേരിൽ ഉപയോഗിക്കാനാകൂ. രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്. അതായത് ഇറ്റ് ഷുഡ് നോട്ട് കൺഫൈൻ ടു ദ ഡെപ്പോസിറ്റ്സ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി ആസ് ഇൻ ദ കേസ് ഓഫ് നിധി. നിധിയിലാണെന്നുണ്ടെങ്കിൽ അത് മെമ്പേഴ്സിൽ നിന്ന് മാത്രമാണ് എടുക്കുന്നത്. ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് എടുക്കാം, അത് മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നും എടുക്കാം. അതുകൊണ്ട് നിധി അങ്ങനെയുള്ള കേസുകൾ അങ്ങനെയുള്ള കമ്പനികൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പിന് അങ്ങനെയുള്ള ഫേമിന് ഒരു കാരണവശാലും ബാങ്ക് എന്ന പേര് ഉപയോഗിക്കാൻ പറ്റുകയില്ല. Acceptance for the purpose of lending or investment for businesses like trading or manufacturing cannot be termed as bankers. നേരത്തെ പറഞ്ഞിരുന്നു, അതായത് കമ്പനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കാനൊക്കും, അവർക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യാനൊക്കും. പക്ഷെ അതുകൊണ്ട് ലെൻഡിങ് അല്ല, ഈ അങ്ങനെ പൈസ സമാഹരിക്കുന്നത് കൊണ്ട് അതിനൊരു കാരണവശാലും ബാങ്ക് എന്ന പേര് ഉപയോഗിക്കാനൊക്കത്തില്ല. അക്സെപ്റ്റൻസ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയുള്ളവർ മാത്രമേ ബാങ്ക് എന്ന പേര് ഉപയോഗിക്കാനൊക്കൂ. ബിസിനസ് ലൈക്ക് ട്രേഡിംഗ് ഓർ മാനുഫാക്ചറിംഗ് cannot be termed as bankers. Deposit repayable to depositors on demand or otherwise. ഇത് റീപേ ചെയ്യുന്നത് ഡെപ്പോസിറ്റേഴ്സിന് അവരെ ഡിമാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ മാത്രമേ അത് റീപേ ചെയ്യുന്നെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാനൊക്കുള്ളൂ. The deposit may be withdrawable by customers by check, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. ബാങ്കിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം ചെക്ക് കൊണ്ടേ വിഡ്രോ ചെയ്യാനൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലെ തുക എടുത്തിട്ട് ഡ്രാഫ്റ്റ് ആയിട്ട് എടുക്കാനൊക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനൊക്കും. അങ്ങനെയുള്ള രീതിയിൽ ചെയ്യുന്നവർക്ക് മാത്രമേ ഒരു ബാങ്ക് എന്നുള്ള പേര് ഉപയോഗിക്കാനൊക്കൂ. സാധാരണ കുറി കമ്പനികളിലും മറ്റിടത്തൊന്നും ചെക്കോ ഡ്രാഫ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. ബാങ്ക് ആർ ഓൾസോ ഓതറൈസ്ഡ് ടു ക്യാരി ഔട്ട് സർട്ടൻ അതർ ട്രാൻസാക്ഷൻസ് ആസ് പ്രൊവൈഡഡ്. അപ്പൊ ചോദിക്കും, ഇത് മാത്രമാണെന്നുണ്ടെങ്കിൽ ബാങ്ക് മറ്റു ചില ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ടല്ലോ, അത് പെർമിറ്റഡ് ആണോ? അത് സെക്ഷൻ 6 ഓഫ് BR ആക്ട് അനുസരിച്ച് പെർമിറ്റഡ് ആണ്. അത് വരുന്നത് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്, കളക്ഷൻ ഓഫ് ചെക്സ് ആൻഡ് ബിൽസ്, റെമിറ്റൻസസ്, സേഫ് കസ്റ്റഡി ഓഫ് ആർട്ടിക്കിൾസ്, ഹയറിംഗ് സേഫ് ഡെപ്പോസിറ്റ് ലോക്കേഴ്സ്, കണ്ടക്ടിങ് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ്, കണ്ടക്ടിങ് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ട്രാൻസാക്ഷൻസ്, ഇഷ്യൂയിങ് ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ് ആൻഡ് ഗ്യാരണ്ടീസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യാനൊക്കും. ഇത്രയും സർവീസസ് കൂടെ അഡീഷണൽ ആയിട്ട് ചെയ്യാനൊക്കും. കാരണം ഇത് നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ കണ്ടീഷനെ വരുന്നതല്ല. അക്സെപ്റ്റിംഗ് മണി ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ്, അത് കൂടാതെ ഈ വക കാര്യങ്ങളൂടെ ചെയ്യാനൊക്കും. ഈ ബിസിനസ് ഒക്കെ ചെയ്യുന്നതാണ് ശരിക്കുള്ള ബാങ്കിങ് ബിസിനസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ബാങ്ക് എന്ന പേര് ഉപയോഗിക്കാനൊക്കൂ. ഈ വിഷയങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ JIBക്ക് എക്സാമിനേഷന് ചോദിക്കുന്നുണ്ട്. അതുപോലെ പ്രൊമോഷൻ ടെസ്റ്റിന് ചോദിക്കാം ബാങ്ക് എന്നുള്ള പേര് ഉപയോഗിക്കാനൊക്കെ. അതുപോലെ ബാങ്കിങ് അവയർനെസ് എന്നുള്ളതിനും ഒക്കെ ഉപയോഗിക്കാം. അപ്പൊ ഈ വക കാര്യങ്ങൾ, ഈ വക ബാങ്കിങ് സ്നിപ്പെറ്റ്സ് ആയിട്ടുള്ള ചെറിയ ചെറിയ സബ്ജക്ട്സുകൾ ഞങ്ങൾ ഇങ്ങനെ ഈ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ഇത് ശ്രദ്ധിക്കാനൊക്കും, കൂടുതലായിട്ട് ബാങ്കിങ് കാര്യങ്ങൾ പഠിക്കാനൊക്കും. JIBക്ക് ഉപയോഗിക്കാം, അതുപോലെ പ്രൊമോഷൻ ടെസ്റ്റിന് ഉപയോഗിക്കാം, അതുപോലെ നമ്മുടെ ബാങ്കിങ് അവയർനെസിന്റെ വഴിക്ക് ഉപയോഗിക്കാം. ഇതുപോലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഇത് ഷെയർ ചെയ്യാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.